അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത് പെങ്ങളെ വീട്ടിലാണ്. ഇതും കഴിഞ്ഞാൽ രാത്രി പെങ്ങളെ വീട്ടിൽ താമസിക്കാൻ വന്നതാണ്. പിറ്റേന്ന് എണീച്ച പാടെ തന്നെ പുട്ടും ബീഫ്. ഇനിയിപ്പോൾ 3-4 ദിവസത്തേക്ക് ബീഫിൻ്റെ ഗാനമല്ലായിരിക്കും. നമ്മളെ പെങ്ങൾക്ക് ചെടിക്കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും വരുക വാങ്ങുക പോവുക. ഇത് വരുന്നത് പള്ളിയത്ത് മണിമല റോഡിനാണ്. അതും കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോണ്ട് ഇളയ പെങ്ങളെ ഒരു സൂപ്പർ ഐറ്റം ആയിട്ട് വരുന്നത്. വേറൊന്നുമല്ല, മാംഗോ കേക്ക്. ആ മാങ്ങ തീർത്തിക്കല്ലേ പെങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. സംഭവം അടിപൊളി. അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കുടുംബത്തിലെല്ലാം ഒന്ന് കാര്യക്കിഞ്ഞ് വരാൻ. അതിന് കുട്ടപ്പനെ വിളിക്കുന്നതാണ്. കുട്ടപ്പൻ മൈൻഡ് ചെയ്യുന്നില്ല. ഓൻ്റെ വിചാരം ബെഞ്ചിലായിരുന്നേന്നാ. എന്തായാലും ഇവിടുന്ന് കഴിഞ്ഞാൽ വരൂലേ. അത് കഴിഞ്ഞ് ഞാളൊക്കെ പോകാനായിട്ട് റെഡിയായി. ഇന്നലെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഡിക്കി കയറ്റി വെച്ച്. അതിൻ്റെ അടുക്ക് ആദമുൻ്റെ ചെരുപ്പയുടെ പ്രയാണത്തിലാട്ടോ ആയിഷ കുട്ടിയുള്ളത്. കഴിഞ്ഞ വീഡിയോ ഞാൻ 8:30 മുതൽ എന്നെ എയറിലാക്കിയ ഒരു വ്യക്തിയാട്ടോ ഇത് വേറെ ഒരു അല്ല, എൻ്റെ മരുവനാ. ഈ ചിരിച്ചുകൊണ്ട് പോകുന്നത് എൻ്റെ ഇളയ പങ്ങളാട്ടാ. കാറിൻ്റെ ചാവി ചോദിച്ചാൽ തരൂല എന്ന് പറഞ്ഞ പോക്കാട്ടാ. എന്താക്കുവാനോ ഒലിക്ക് ജീവിക്കുവാനോ ആഗ്രഹം ഉണ്ടാവില്ലേ. ഇത്രയും നേരം സമയം ഡേറ്റും കാറിനാട്ടാ എനിക്ക് ഷോക്സ് ഇടാൻ തോന്നിയത്. അങ്ങനെ ഞങ്ങളെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മൂത്ത പെങ്ങൾ ബേക്കുന്ന വായിക്കുന്ന മഹമ്മദ് ഖാൻ്റെ പിടിയിൽ നിന്ന് 5 റുപ്യ ചായക്കും കടിക്കും. അങ്ങനെ പെങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ തിരിച്ചു വിടുവാന്ന്. അങ്ങനെ തിരിച്ചു വിട്ടുന്നതാട്ടെ ഇത്. ഇന്ന് അവിടുത്തെ ഷോപ്പ് ഓപ്പണിംഗ് ആയതുകൊണ്ട് ഓഫർ വെച്ചേനു കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനോട് നമുക്ക് സാധനം കൈ കെട്ടിക്കണ്ട്. നെയ്പ്പത്തിൽ മുട്ടയല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീട്ടിലൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉപ്പാൻ്റെ അനിയൻ്റെ അടയായിട്ടോ പോകുന്നത്. ഉപ്പാൻ്റെ അനിയനുണ്ട് തിരി വട്ടത്തിൽ തിരി എന്നൊക്കെ പറഞ്ഞു. അവിടെ എത്തിയ വടനെ നല്ലൊരു ഇളനി വെള്ളം കുടിച്ച് അതിന് ശേഷം ഫുഡ് കഴിക്കേണ്ട ഒരുക്കപ്പാടിലാട്ടാ. നെയ്പ്പത്തിലുണ്ട് ഇബ്രാഹിക്കണ്ട് ഭൂരീനെയും വെറുതെ വിടുന്നില്ല. അങ്ങോട്ട് തിരി പറഞ്ഞ് ഭൂരീനെ ഉണ്ട് ആൾക്കെന്ന്. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ബടായിയൊക്കെ വിട്ട് അത്യാവശ്യം ലേറ്റായി കേട്ടോ. ഞങ്ങൾ പുറക്കെത്തുമ്പോൾ ഒരു 12-12:30 ഒക്കെ ആയിക്ക്. എന്തായാലും മാഷാ അല്ലാഹ് അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.